പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് നമ്മൾ സ്നേഹത്തിൽ വളരണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ യുഗാന്ത സഭ എന്ന് പറയും. നമ്മളൊക്കെ അവസാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ് സ്നേഹം വറ്റിപ്പോകുന്നൊരു കാലഘട്ടം. അവിടെയാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിന് വേറൊരു രൂപം ഭാവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വലിയ സ്നേഹപ്രകടനം ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ്. ഈ ക്രൈസ്റ്റും ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്പലും ആൻഡ് ആൻറ്റി ഗോസ്പലും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാം. ഇത് രണ്ടും കള്ളനാണയങ്ങൾ പോലെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് കാണുന്ന ഒരു വലിയ സ്നേഹപ്രകടനമുണ്ട്, ഹ്യൂമനിസം എന്ന് പറയും. അതായത് മനുഷ്യനെന്ന രീതിയിൽ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, സ്നേഹം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി ചാരിറ്റബിൾ പ്രവൃത്തികൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്, സോ ദാറ്റ് പീപ്പിൾ ലവ് ഈച്ച് അതർ. അപ്പോൾ ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു, അവന് അരി വാങ്ങി കൊടുക്കുന്നു. ഇതൊക്കെ വലിയ വലിയ പ്രവൃത്തികളായിട്ട് നടക്കുകയാണ് ലോകത്തിൽ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു മനുഷ്യനായതുകൊണ്ട് സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതേ സ്നേഹം തന്നെ ഇന്ന് മൃഗങ്ങളോട്, പ്രകൃതിയോട് ഒക്കെ നമ്മൾ കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രകൃതി സ്നേഹം നിറഞ്ഞൊരു കൂട്ടർ ഇന്ന് വരുന്നുണ്ട്. മൃഗങ്ങളെ സ്നേഹിക്കുന്നൊരു കൂട്ടർ വളർന്നു വരുന്നുണ്ട്. മനുഷ്യരെ സ്നേഹിക്കുന്നൊരു കൂട്ടർ വളർന്നു വരുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻ്റ് ഓർ ആൻറ്റി ഗോസ്പൽ എലമെൻ്റ് നമ്മുടെ ചുറ്റുപാടും വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശോ നമ്മളൊരു കാര്യം പഠിപ്പിച്ചത് വളരെ കൃത്യമാണ്. സ്നേഹം ഒരു വികാരമോ അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ പ്രകടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പ്രവർത്തികൾ ചെയ്യുന്നതോ അല്ല, അതിൽ നിൽക്കുന്നില്ല. സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു, സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലും അതൊരു വ്യക്തിയാണ്. സ്നേഹത്തിന് വൈകാരികമായ തലമുണ്ട്, സ്നേഹത്തിന് ചില പ്രകടനങ്ങളുടെ തലങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ അതിലുണ്ടെങ്കിലും ആത്യന്തികമായ സ്നേഹം നസറത്തിലെ യേശുവാണ്. അപ്പോൾ ഈ യേശുവിനെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അവിടെയാണ് ഇന്ന് ലോകം നമ്മളെ വഞ്ചിക്കുന്നത്. യേശു ഒന്നും ആവശ്യമില്ല, ദൈവമൊന്നും ആവശ്യമില്ല, നീ നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻ്റ്. അതാണ് യുഗാന്ത സഭയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളിതെല്ലാം കണ്ടിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരോട് വലിയ ബഹുമാനവും ആദരവൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ അവരുടെ കൂടെ ചേരാനും സാധ്യതയുണ്ട്. എന്താണ് ഇങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു വലിയ കെണി വന്ന് വീഴുന്നത്. അപ്പോൾ ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈശോ നമ്മളെ പഠിപ്പിച്ച് വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. നമ്മൾ യുവാക്കന്മാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ സ്നേഹിക്കാനല്ലേ ദൈവം പറഞ്ഞത്? അതെ. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സ്നേഹമല്ല. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത അത് സ്വയം ത്യജിക്കലാണ്, അത് നഷ്ടപ്പെടുത്തലാണ്, അത് അവരന് വേണ്ടി ഇല്ലാതാകലാണ്. അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അത് ബലിയായി മാറുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത് സ്വന്തം ജീവൻ സഹോദരൻ ആത്മദാനമായി നൽകുന്നതിനേക്കാൾ ഒരു വലിയ സ്നേഹം ലോകത്തിലില്ല. അല്ലെങ്കിൽ ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത. അപ്പം സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അത് സ്വയം ഉള്ളത് നഷ്ടപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു, സുഖസന്തോഷങ്ങൾ ത്യജിക്കുന്നു, അത് അപരന് വേണ്ടി സഹിക്കുന്നു. അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അപരന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. അപ്പോൾ ദാറ്റ് ഈസ് വൈ ദിസ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സെൽഫ് ഗിവിങ്.
അല്ലെ സിൻസിയർ ഗിഫ്റ്റ് ഓഫ് സെൽഫ് ടു അനദർ പേഴ്സൺ. ഇതിനെയാണ് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഈ സ്നേഹത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മളെ തന്നെ പകുത്തു നൽകുവാൻ, നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഇന്നും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? കിട്ടാത്തതിൻ്റെ പരിഭവവും, നമ്മളെ പരിഗണിക്കാത്തതിൻ്റെ ദേഷ്യവും, അല്ലെങ്കിൽ വെറുപ്പും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ അസ്വസ്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇനിയും നമ്മൾ പലരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നമുക്ക് കിട്ടണം, അവരുടെ അംഗീകാരം കിട്ടണം, അവരുടെ സാന്നിധ്യം നമുക്ക് വേണം. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ്. ഇതൊന്നും സ്നേഹപൂർണത പ്രാപിച്ചതിൻ്റെ അടയാളങ്ങളല്ല. ഇതൊന്നും നമ്മളിൽ സ്നേഹമുള്ളതിൻ്റെ അടയാളങ്ങളല്ല. ഇതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മളിൽ എന്തുകൊണ്ട് ഈ ദൈവീക സാന്നിധ്യം നിറയുന്നില്ല? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വചനമാണ് 1 യോഹന്നാൻ 3:23. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അപ്പോൾ ഒന്ന് യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക, നേരത്തെ പറഞ്ഞ പോലെ ആദിമ സഭയുടെ പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണമായിരുന്നു. എന്നാൽ സഭ പിന്നീട് വളർന്നു വന്നപ്പോൾ നമ്മൾ വിശ്വാസത്തെ മാത്രം പിടിക്കുന്നൊരവസ്ഥയിലെത്തി. ഇന്നത്തെ വലിയൊരു ഡേഞ്ചറാണ്. നമ്മൾ വിശ്വാസ കർമ്മങ്ങൾ എല്ലാം, കൂദാശകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് ഇന്ന് പലരും കുർബാനയ്ക്ക് പോകുന്നത്. ബട്ട് യു ജസ്റ്റ് കനോട്ട് ടോളറേറ്റ് യുവർ ഹസ്ബൻഡ്സ് സം വീക്ക്നെസ്സസ്. യു ജസ്റ്റ് കനോട്ട് ടോളറേറ്റ് യുവർ ഇൻ-ലോ, യുവർ ഫാദർ-ഇൻ-ലോ ആൻഡ് മദർ-ഇൻ-ലോ. അമ്മായിയപ്പൻ്റെയും ചില ബലഹീനതകൾ, കുറവുകളെ, എന്തിന് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ബലഹീനതകൾ, കുറവുകൾ അംഗീകരിക്കാൻ നിനക്ക് പറ്റുന്നില്ല? Then why are you going for mass? ചിന്തിക്കണം. അല്ലെങ്കിൽ നീ കുർബാനയ്ക്ക് പോയിട്ട് എന്ത് ഗുണം? ചിന്തിക്കണം. അപ്പോൾ കുർബാന എന്താണ്? കുർബാന ബലിയാകാനുള്ളതാണ്. അപ്പൊ നമ്മൾ സ്നേഹിച്ചിട്ടും തിരിച്ച് നമുക്ക് കിട്ടുന്നത് തിരസ്കരണവും അവഗണനയും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പരിഹാസവും പീഡനങ്ങളും ആകുമ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങുവാൻ ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന്, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പിൻവാങ്ങുവാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. അപ്പം ഈ ടെൻഡൻസി നമ്മൾ പതുക്കെ ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കരുത്. ഈശോ എന്നാ നമുക്ക് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ കൊല്ലുന്നറിയാം, നിങ്ങൾ എന്നെ പിച്ചി ചെയ്തു എന്നറിയാം, നിങ്ങൾ എന്നെ അവഹേളിക്കുന്നറിയാം, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നറിയാം, നിങ്ങൾ എന്നെ നഗ്നനാക്കുന്ന എനിക്കറിയാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ സ്നേഹിച്ചു. ഇതാണ് യേശുവിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാതെ മക്കളെ, നമുക്കൊരിക്കലും സ്വർഗമില്ല, നിത്യജീവനില്ല. നിത്യജീവൻ എന്ന് പറയുന്നൊരു സ്ഥലമല്ല. നിത്യജീവൻ ഈസ് എ യൂണിയൻ വിത്ത് ട്രിനിറ്റേറിയൻ ഗാഡ്. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള പരിപൂർണ ഐക്യമാണ്. അവരുടെ സ്നേഹ കൂട്ടായ്മയിലുള്ള പങ്കുപറ്റലിൻ്റെ പേരാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്നേഹമായി മാറണം. സ്നേഹമായി മാറാതെ പറ്റില്ല. അപ്പം നമ്മൾ ഇന്നും ഈ ലോകത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലിങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങൾ കുറച്ച് നടത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കയ്യടി കിട്ടും, ബഹുമാനം കിട്ടും, ആദരവുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇവിടെയാണ് നമ്മളൊക്കെ മറ്റു മതസ്ഥരിൽ നിന്നും ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കുർബാനകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്തി പ്രകടനം നടത്തിയിട്ട് എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചമാകേണ്ടവൻ, ഭൂമിയുടെ ഉപ്പാകേണ്ടവൻ ഇന്നൊരു യൂസ്ലെസ് കമ്മ്യൂണിറ്റിയായി നമ്മൾ മാറുകയാണ്. ബിക്കോസ് ദർ ഈസ് നോ ലവ്. ഇതിൽ ആ ദൈവസ്നേഹമില്ല. നമ്മൾ ഇന്ന് ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്ന പോലെ എന്തൊക്കെ ചെയ്യുക, ഇങ്ങോട്ട് നമുക്ക് ബഹുമാനം കിട്ടും, നമുക്ക് കയ്യടി കിട്ടുമെങ്കിൽ, നമ്മൾ ആരെങ്കിലും ആദരിക്കുമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. നമുക്ക് തിരസ്കരണം, അപമാനം, അല്ലെങ്കിൽ നമുക്ക് പീഡനങ്ങൾ ലഭിക്കുന്നെങ്കിൽ അവനെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ ഒരു സ്നേഹമാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ചങ്ങനെ നമ്മൾ ഈ സ്നേഹപൂർണ്ണത പ്രാപിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. യു നീഡ് ദ സ്പെഷ്യൽ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇംപോസിബിൾ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായമില്ലാതെ ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമല്ല. That is why these two people are very, very important in your life. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ചവളാണ് പരിശുദ്ധ, സഹോദരങ്ങളെ സ്നേഹിച്ചവളാണ്. യേശുവിനെ സകല ശിഷ്യന്മാർ സ്വന്തം പുത്രൻ ഒരുത്തൻ ചതിച്ചു, ഒരുത്തൻ തള്ളി പറഞ്ഞു പോയി, ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് പോയതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് സഹീവൻ മാളികയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകം വാങ്ങിച്ചു കൊടുത്തൊരു അമ്മയുണ്ട്. അവൾ സ്നേഹപൂർണ്ണത നിറഞ്ഞവളാണ്.
സ്വന്തം പുത്രനെ കുരിശന്മേൽ നഗ്നനാക്കിയിട്ട് തല്ലിക്കൊല്ലുമ്പോഴും ആ അമ്മ പരിഹസിച്ചില്ല. അമ്മ ഒരു ശാപം ശപിച്ചാണ്ടല്ലോ ഈ ഭൂമി മുഴുവൻ കരിഞ്ഞു പോവും. അവൾ ശപിച്ചില്ല, അവൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ മാനവലോകത്തിൻ്റെ മാനവകുലത്തിന് വേണ്ടി ആ സഹനത്തെ കാഴ്ചവെച്ചു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി അവളും ദൈവപുത്രനോടൊപ്പം സഹിച്ചു. അപ്പം അതുകൊണ്ട് ഇത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പം ഈ തലത്തിലേക്ക് നമ്മൾ വളരേണ്ട സമയമായി. ഇതാണ് യുഗാന്ത സഭ നമ്മൾ പഠിപ്പിക്കേണ്ട. ഇപ്പോഴും നമ്മൾ ആർക്ക് കിട്ടാനും ജോലി കിട്ടാനും വിസ കിട്ടാനും പ്രാർത്ഥിക്കട ഉപവസിക്കട ഉടമ്പടി എടുക്കട എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എവിടെ? അതുകൊണ്ട് ഉടമ്പടിയും പ്രാർത്ഥനയും ഉപവാസവും നൊവേനയൊക്കെ വിജാതീയർക്കുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് ഫോർ എ ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ. യു നീഡ് ടു ലിവ് ദിസ് വേർഡ് ഓഫ് ഗോഡ്. നീ വചനമനുസരിച്ച് ജീവിക്കണം. ഈ വചനത്തിൽ നീ ആഴപ്പെടണം. ഇതാണ്, നീ കുർബാനയായി മാറേണ്ടവനാണ്. ഈ കുർബാനയായി മാറുവാനായിട്ട് അവരന് വേണ്ടി ബലിയായി തീരുക. അങ്ങനെയാണ് സ്നേഹത്തിൽ വളരുന്നത്. നമ്മളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിച്ച് വേണം നമ്മൾ വളരാനായിട്ട്. ദാറ്റ് ഈസ് ദി ഓൺലി വേ യു ക്യാൻ ഗ്രോ ഇൻ ടു ദിസ് ഡിവൈൻ ലവ്. അപ്പം നമ്മുടെ ചുറ്റുപാടും കുറേ പേരുണ്ട് ഇപ്പോഴും നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ. ആൻഡ് ദിസ് ഈസ് വൈ യു ആർ ഗോയിങ് ഫോർ യു ആർ ഒബേയിങ് ദി സാക്രമെന്റ്സ്. സാക്രമെന്റ് ലൈഫിൻ്റെ ഉദ്ദേശം എന്താ? നീ എന്നെ വാങ്ങി ഭക്ഷിക്കുക. നീ എന്നെ വാങ്ങി ഭക്ഷിക്കുമ്പോൾ നിനക്ക് ഈ സ്നേഹത്തിൽ വളരാനുള്ള കൃപാശക്തി ഞാൻ തരികയാണ്. അപ്പം നമ്മൾ ബലിയർപ്പിക്കാൻ പോവാണ്. എന്നെ ദ്രോഹിച്ചവൻ, എന്നെ ചതിച്ചവൻ, എന്നെ നിഷ്കരുണ എന്നെ വിധിച്ചവൻ, അല്ലെങ്കിൽ എന്നെ തള്ളിക്കളഞ്ഞവൻ, എന്നെ കുറ്റം പറയുന്നവൻ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ, ഇവരൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. വളരെയധികം ആൾക്കാരുണ്ട്. ഞാനീ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നിന്നുണ്ട് ഹലോ ബ്രദറെ എന്ന് വിളിക്കും, അപ്പുറത്തുണ്ട് അതിനാൾ കള്ളനാണ്. ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കണം. എളുപ്പമല്ല. ഈ ശക്തി, ഇതിന് പറയുന്ന അഭിഷേകം, ഈ അഭിഷേകം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന ലോകത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ക്രിസ്ത്യാനി, എല്ലാ മതത്തിലുള്ളവരും, എല്ലാ ഗവൺമെൻറ്റുകളും, എല്ലാ ജാതിക്കാർ, എല്ലാ പ്രസ്ഥാനങ്ങളും എതിർക്കാൻ പോകുന്നൊരു സംവിധാനമാണ് ക്രിസ്ത്യാനി. ആർ യു പ്രിപ്പയർഡ് ഫോർ ദാറ്റ്? ഞാൻ ഒരുക്കമുണ്ടോ? ഇപ്പം തന്നെ നിൻ്റെ ചുറ്റുപാടുള്ളവർ നിന്നെ വെറുക്കുക, നിന്നെ ദേഷിക്കുക, നിന്നെ കുറ്റപ്പെടുത്തുക, നീ ആകെ അസ്വസ്ഥനാണ്. ഒന്നുകിൽ അവർക്കിട്ട് തിരിച്ചു കൊടുക്കാൻ മണി അന്വേഷിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് വേറെ രീതി കൂടി നടക്കുന്നു. ഇത് രണ്ടും ശരിയാവത്തില്ല. തിരിച്ചു തല്ലാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാൾ എളുപ്പമാണ് ഇവരൊന്ന് മാറി ജീവിക്കാം. അങ്ങനെ മാറി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുവാനും അങ്ങനെ ചെയ്യുന്നവരെ സ്നേഹിക്കുന്ന വഴിയാണ് മക്കളെ നമ്മൾ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാം. ഈ സ്നേഹപൂർണ്ണത പ്രാപിക്കുവാൻ നിനക്ക് എന്ത് വേണം? പരിശുദ്ധ കുർബാന വേണം. കുർബാനയില്ലാതെ സാധ്യമല്ല. ഐ ചാലഞ്ച് എനി ക്രിസ്ത്യൻസ്, വിത്തൗട്ട് ദ ഹോളി സാക്രമെന്റ് you cannot grow into this kind of love. കാരണം അതിനാണ് നിങ്ങളിത് വാങ്ങി പക്ഷേ. ഇതാണ് നിത്യജീവൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണം. ഇതാണ് ഈ എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുന്ന നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത. അല്ലാതെ നിത്യജീവൻ നമ്മൾ പറഞ്ഞാൽ ചുമ്മാ രക്ഷിക്കപ്പെടല. രക്ഷപ്പെടലെന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? പരിപൂർണ സ്നേഹപൂർണ്ണത എത്തുമ്പോഴേ നമ്മൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതാണ് രക്ഷയുടെ മാനദണ്ഡം. അപ്പോൾ ആ പൂർണ്ണത പ്രാപിക്കാൻ നിങ്ങൾ എന്നെ കാണിച്ച് വാങ്ങി ഭക്ഷിക്കണം. അപ്പോൾ ഞാൻ നിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നിനക്ക് ഇങ്ങനെ സ്നേഹിക്കാനുള്ള ശക്തി കിട്ടുകയുള്ളൂ. ബാക്കി പ്രവൃത്തി ചെയ്യാനൊന്നും യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തിലെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് അത്യാവശ്യം കപ്പാസിറ്റി ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ വിളി അതല്ല. നമ്മുടെ വിളി സ്നേഹിക്കുക, സ്നേഹമായി തീരുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആയി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും ശരിയായ രീതിയിലേ കുർബാന സ്വീകരിക്കണം. ഇന്ന് നമ്മൾ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. യേശുവിനെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ യേശുവിനെ ആരെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടോ, യേശുവിനെ ആരെല്ലാം സ്വന്തമാക്കാനുണ്ടോ, ഇവരെല്ലാവരും കൂട്ടിച്ചേർത്താലേ നമുക്ക് യേശുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈശോനെ ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഈശോനെ സ്വന്തമാക്കിയവർ കുറേ ഗ്രൂപ്പ് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കുറേ കുറവുകൾ വൈകല്യങ്ങളൊക്കെ ഉണ്ട്.
ഇനി യേശുവിനെ സ്വീകരിക്കാത്ത കുറേ മനുഷ്യരുണ്ട്. അതാണ് വിജാതിയർ, ഈ ലോകത്തിലുള്ള മനുഷ്യർ. ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് യേശു ബലിയായി തീർന്നത്. അപ്പം ഇവരെയും നമ്മൾ സ്വന്തമാക്കണം, ഇവരെയും ഇവരെ രണ്ടുപേരെയും സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് യേശുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് ആരെയും മാറ്റി നിർത്തിയിട്ട് ക്രിസ്ത്യാനിറ്റി ഇല്ല. ഈശോയ്ക്ക് വളരെ സൗകര്യപൂർവ്വം യൂദാസിനെ ഒഴിവാക്കാം, പത്രോസിനെ മാറ്റി നിർത്താം. ആ രണ്ട് ചതിപ്രയോഗങ്ങൾ നമുക്ക് ഈശോയ്ക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഈശോരെ ഒഴിവാക്കാൻ പറ്റും. കാരണം ഈശോയ്ക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവപിതാവിൻ്റെ മക്കളാണ് അവർ. ദൈവപിതാവ് അവരെ സ്നേഹിക്കുന്നു. അപ്പം ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ പിതാവിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ പിതാവ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം. കാരണം ഒരുത്തൻ എന്നെ ചതിക്കാൻ പോവാണ്, ഒരുത്തൻ എന്നെ തള്ളി പറയാൻ പോവാണ്, ബാക്കി 10 എന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവാണ്. അതുകൊണ്ട് എല്ലാത്തിനും മാറ്റി നിർത്താൻ പറ്റത്തില്ല. സോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് അടുത്ത വചനം, 1 യോഹന്നാൻ 3:24. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യും. അവൻ്റെ കൽപ്പന എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് മക്കളെ ദൈവം നമ്മുടെ കൂടെ വരിക. അപ്പം ഈ സ്നേഹത്തിൽ നിന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നടത്താൻ. അപ്പോഴാണ് അതിന് ഫലമുണ്ടാകുക. അല്ലാതെ നമുക്കിങ്ങനെ സ്നേഹിക്കാനൊന്നും താല്പര്യമില്ല. എൻ്റെ കാര്യം നടക്കാനായിട്ട് 2 കതിന 3 വെടി അല്ല, വള്ളിക്ക് വിട്ട് 4 പ്രാവശ്യം ഓടുക, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പണ്ട് കാലത്തൊക്കെ കുറച്ചൊക്കെ ദൈവമൊക്കെ അനുവദിക്കാറ് നിന്റെ അറിവില്ലായ്മയാണ്. നീ ഈ അവസാന കാലഘട്ടത്തിൽ അറിവില്ലാഞ്ഞൊരു ഭോഷനായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സോ ഐ സേ ടു യു, നീ എന്ത് തലകുത്തി മറിഞ്ഞാലും നിന്റെ പ്രശ്നം മാറത്തില്ല. നീ ഏതെല്ലാം സ്ഥലത്ത് പോയി ധ്യാനിച്ചാലും നിന്റെ പ്രശ്നം മാറത്തില്ല. ഏത് ലോകത്തിൽ ഏത് ധ്യാന ഗുരുവിൻ്റെ കൈകഴിച്ചാലും നിന്റെ രോഗങ്ങൾ സുഖപ്പെടത്തില്ല. നീ ഈ സത്യത്തിലേക്ക് വന്നേ പറ്റൂ. കാരണം സമയമായി. നിന്റെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സമയമായി. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിത്തീരണം. ഇതാണ് ദൈവമക്കൾ, ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. അത് ചുമ്മാ വെള്ളത്തിൽ പൊങ്ങുന്ന പരിപാടിയുടെ പേരല്ല രക്ഷ. അപ്പം നമുക്കൊരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് കൃപ. ഈ കൃപയാണ് എല്ലാ ദിവസവും നിന്റെ ഇടവക ദേവാലയത്തിലെ ബലിപീഠത്തിൽ അവൻ ബലിയായി നിനക്ക് നൽകുകയാണ്. വാങ്ങി ഭക്ഷിക്കുക. അങ്ങനെ നീ സ്നേഹത്തിൽ രൂപപ്പെടണം. ഇതാണ് നിന്റെ വിളി. ഇതിൽ കുറഞ്ഞതൊന്നുമില്ല. ഇങ്ങനെ മാത്രമേ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? അപ്പം ഇതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ. ആരാ ശത്രുക്കൾ? നമ്മളെ പല രീതിയിലുണ്ട്. നമ്മളെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുണ്ട്. അവർക്കെല്ലാം ചില കുറവുകളുണ്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് കുറവുകളുണ്ട്, എൻ്റെ അപ്പന് കുറവുണ്ട്, അമ്മയ്ക്ക് കുറവുണ്ട്, എൻ്റെ അമ്മായപ്പന് കുറവ്, അമ്മായ മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് കുറവുണ്ട്, എൻ്റെ മരുമക്കൾക്ക് കുറവുകളുണ്ട്, എൻ്റെ തൊഴിലാളികൾക്ക് കുറവുകളുണ്ട്. ഈ കുറവുകളൊക്കെ എന്തിനുള്ളതാണ്? These are the only thing which will help you to grow in love. ഈ കുറവുകളാണ് നിന്നെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ സഹായിക്കുന്ന കാര്യം. അല്ലാതെ ഈ ലോകത്തിലെ ഒരു സാധനവും, നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ ജോലിയോ നിന്റെ ബാങ്കിലെ സമ്പത്തോ നിന്റെ സ്വർണമോ നിന്റെ പറമ്പോ ഒന്നും നിന്നെ സ്നേഹപൂർണ്ണതപ്പെടുത്താൻ സഹായിക്കത്തില്ല. നിനക്ക് സ്വർഗം പ്രാപിക്കാൻ യോഗ്യനാക്കത്തില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഈ വ്യക്തികളുടെ കുറവുകൾ നീ മനസ്സിലാക്കി ഇതിലേക്ക് നീ ഇറങ്ങിച്ചെന്നവരെ സ്നേഹിക്കണം. നമ്മളിൽ ഈ സ്നേഹം പൂർണ്ണമായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ സ്നേഹിക്കണം? നിന്നെ പോലെ സ്നേഹിക്കണം. ദൈവം നിന്നെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദൂർത്തപുത്രൻ എല്ലാം കഷ്ടപ്പെട്ട് വരുന്നവനെ മകനായിട്ട് സ്വീകരിച്ചു സ്വന്തം ഭവനത്തിൽ കൂടെ ഇരുത്തുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ സ്നേഹത്തിൽ വളരണം. അതുകൊണ്ടാണ് സുവിശേഷത്തിലെ പ്രാർത്ഥനകളൊക്കെ എന്തിനുള്ളത്? നമ്മളിപ്പോഴും ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മർക്കോസ് 11:24 വായിക്കാറില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പണത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനല്ല നീ പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞിരിക്കണം. നീ ഈ സ്നേഹപൂർണ്ണത പ്രാപിക്കണം. യേശുവേ, നീ വരണം എൻ്റെ ഉള്ളിൽ, നീ വന്ന് എന്നെ നിന്നെ പോലെ ആക്കണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ജഡിക മനുഷ്യനാണ്, ഞാൻ ബലഹീനനാണ്. പക്ഷെ നീ പറഞ്ഞതുപോലെ നീ സ്നേഹിക്കുക, അതിനുള്ള കൃപ എനിക്ക് തരണം. എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം തരണം. ഞാൻ തയ്യാറാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മാറേണ്ട സമയമായി. ഇപ്പോഴും ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. മത്തായി 6:33. അത് ദൈവം തന്നിരിക്കും. നീ എന്ത് ഭക്ഷിക്കെന്ന് പാനം ചെയ്യുന്ന പുറകെ നടക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. നീ രാജ്യവും നീതി അന്വേഷിക്കും. ദൈവനീതി അന്വേഷിക്കും. എന്താ ദൈവനീതി? ഇതാണ് ദൈവനീതി. കരുണയിൽ വളരുക. അപ്പൊ നിന്റെ സഹോദരന്റെ വൈകല്യങ്ങൾ, കുറവുകളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുന്നതാണ് നീ അന്വേഷിക്കേണ്ടത്. അതിനുള്ള ശക്തി പ്രാപിക്കണം, അതിനുള്ള അഭിഷേകം പ്രാപിക്കണം. ഈ അഭിഷേകം തരാൻ വേണ്ടിയിട്ടാണ് ദിവസവും ബലിയായ കുർബാനയായി അവിടെ നിന്ന് വരുന്നത്. പക്ഷെ ഈ കുർബാന നീ യോഗ്യതയോടെ അല്ല സ്വീകരിക്കുന്നത്. അതാണ് കുഴപ്പം. നിനക്ക് കുർബാന ഒരു ചടങ്ങാണ്. നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനുമായി പോയി രമ്യതപ്പെട്ടതിന് ശേഷം വേണം നീ ബലിയർപ്പിക്കുവാനായിട്ട്. അപ്പോൾ ഇത് ബലിയർപ്പിക്കപ്പെടണം. അപ്പൊ ഈ രീതിയിൽ ദ റൈറ്റ്യസ് സാക്രമെന്റൽ ലൈഫ്, അല്ലെങ്കിൽ ദ റൈറ്റ് വേ ഓഫ് ഓഫറിങ് സാക്രമെന്റ്സ്, അല്ലെങ്കിൽ റിസീവിങ് സാക്രമെന്റ്സ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എങ്ങനെയെങ്കിലും പോയിട്ട് കുറച്ച് സാക്രമെന്റൽ ലൈഫ് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൂദാശകൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ അഭിഷേകം നിനക്ക് ലഭിക്കും. നിനക്ക് ഈ അഭിഷേകം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഈ അഭിഷേകം ഉണ്ടെന്നുള്ള അറിവാണ് നീ സ്നേഹിച്ച കാര്യങ്ങൾ, നീ മറ്റുള്ളവർക്ക് ചെയ്തു പോലത്തെ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് പല നന്മകൾ ചെയ്യും. ഇതെല്ലാം ഇപ്പോഴും നീ ഓർത്തിരിക്കുന്നുണ്ടോ? ഇത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ഈ അഭിഷേകം സ്നേഹ അഭിഷേകമായിട്ടില്ല. കാരണം നീ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ ഇതെല്ലാം ചെയ്തത് അവരിൽ നിന്ന് എന്തെല്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മയോ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളോ ചെയ്യുന്നതിൻ്റെ അകത്ത് സ്നേഹാഭിഷേകമില്ല. അത് ലോകത്തിലെല്ലാ മനുഷ്യരും ചെയ്യുന്നു. അപ്പം നീ ഇതെന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവരിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ എന്താണ്? വലതുകൈ കൊടുക്കുക, ഇടതുകൈ അടക്കരുത്. നമ്മുടെ മൈൻഡിൽ ഇത് വരാനേ പാടില്ല. ഇതാണ് സ്നേഹാഭിഷേകത്തിൻ്റെ ലക്ഷണം. അപ്പം നീ മറ്റുള്ളവർക്ക് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കാനേ പോകുന്നില്ല. അങ്ങനെ നീ ഓർക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നീ സ്നേഹാഭിഷേകത്തിൽ വളർന്നിട്ടുണ്ട്. 2, മറ്റുള്ളവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ടോ? അത് മറക്കാൻ പറ്റിയിട്ടില്ലേ? അതിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ ചെയ്ത്, നീ ഇങ്ങനെ ചെയ്തില്ല. നമ്മുടെ കുടുംബജീവിതത്തിലേക്കുള്ള പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ. ഇതെല്ലാം ഓർത്തിരിക്കുന്നതിനർത്ഥം നീ ഇപ്പോഴും സ്നേഹത്തിൽ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. വേറെ ലോകകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഈ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സ്നേഹത്തിൽ വളരണം. ഇതാണ് യുഗാന്ത സഭയുടെ വിളി. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ചെറിയ രീതിയിൽ നമ്മളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആകെ അസ്വസ്ഥരാണ്. ഈ നാളെ വരാൻ പോകുന്ന പീഡനത്തിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഒരു രക്തസാക്ഷിത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ രക്തസാക്ഷിത്വം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹാഭിഷേകം പ്രാപിക്കാതെ രക്തസാക്ഷിത്വമില്ല. ഈ സ്നേഹത്തിൽ അഭിഷേകം കിട്ടി. ഇതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ അഭിഷേകം, ഭയങ്കര അഭിഷേകം. ആ ധ്യാനം കൂടിയപ്പോൾ ഭയങ്കര അഭിഷേകം. അച്ഛൻ കൈ വെച്ച അഭിഷേകം ഉറങ്ങി വന്നത്. എന്തുട്ടാണ് ഈ അഭിഷേകം? ഒരു കുളിര, അതൊരു വികാരം. ഇതിനെ നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്താണ്? സ്നേഹം. പരിശുദ്ധാത്മാവ് ഇതിന് വന്നിട്ടുണ്ടോ? നീ പരസ്നേഹത്തിലേക്ക് ഇറങ്ങും. ദൈവസ്നേഹാഭിഷേകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പരസ്നേഹത്തിനായി നീ മാറ്റിവെക്കും. നീ എത്രത്തോളം അപരന് വേണ്ടി ജീവിക്കുന്നു, എത്രത്തോളം അപരന് വേണ്ടി നിന്റെ കാര്യങ്ങൾ മാറ്റിവെക്കും, നിന്റെ സമയം, നിന്റെ സമ്പത്ത്, നിന്റെ കഴിവുകൾ, അപരന്റെ ആത്മരക്ഷ. അല്ലാണ്ട് അപരന്റെ വീട് വെച്ച് കൊടുത്ത് നാട്ടുകാർ കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപരന്റെ ആത്മരക്ഷ. യേശുക്രിസ്തു മരിച്ചത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ലോകത്തിൽ എന്തിനേക്കാളും വിലയുള്ളൂ. ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാലെന്ന് പറഞ്ഞ യേശുക്രിസ്തു അത്രമാത്രം യേശു ആത്മാവിന് വേണ്ടി വില നമുക്ക് കാണിച്ചു തരുമ്പോൾ ഈ വില മനസ്സിലാക്കി നീ അവരന് വേണ്ടി ത്യജിക്കുകയും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോഴാണ് നിന്നിൽ അഭിഷേകമുണ്ടെന്ന് പറയും. എന്നേത് ധ്യാന മന്ദിരത്തിൽ അഭിഷേകമുണ്ട്. ഈ അഭിഷേകമുണ്ട്. ഐ ചാലഞ്ച് എവറി റിട്രീറ്റ് സെന്റർ ആൻഡ് എവറി റിട്രീറ്റ് പ്രീച്ചേഴ്സ്. നിങ്ങൾ കൈവച്ചിട്ട് ഈ അഭിഷേകം ആർക്കുണ്ട്? ഇല്ല. കൂടുതൽ സ്വാർത്ഥരാകുകയും കൂടുതൽ സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം സുഖങ്ങൾ നേടാൻ വേണ്ടി മാറുന്ന ഒരു ക്രിസ്ത്യാനി വർഗമായി മാറിയിരിക്കുന്ന സമൂഹമല്ലേ. And you call it anointing. No, that is not the anointing. Anointing താബോർ മലയിൽ നിന്ന്, anointing കിട്ടിക്കഴിഞ്ഞാൽ താബോർ മലയിൽ നിന്ന് കാൽവരി മലയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ പേരാണ് anointing. ഈ anointing ആണ് നമ്മൾ ധ്യാന മന്ദിരങ്ങളിൽ കൊടുക്കേണ്ടത്. ഈ anointing ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുക്കണമെങ്കിൽ
നമ്മിൽ ഈ അനോയിൻറ്റിങ് ഉണ്ടാവണം. ഇതിനോട് സിമിലറായൊരു അനോയിൻറ്റിങ് വേറൊരുത്തൻ തരും. ദി ആൻറ്റി ക്രൈസ്റ്റ്. സ്നേഹം, ഹ്യൂമനിസം. സ്നേഹിക്കുക. യേശുവൊന്നുമില്ല, ആത്മരക്ഷയൊന്നുമില്ല, ത്യാഗമൊന്നുമില്ല, നഷ്ടപ്പെടുത്തലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തന്നേക്കാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം. അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ബലിയായിത്തീരാൻ, അപരന് വേണ്ടി ബലിയായിത്തീരാൻ. ഈ അപരന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അസ്തിത്വത്തിൻ്റെ നേച്ചറിൻ്റെ ഘടക വിപരീതമായൊരു നേച്ചറാണ് ഈ സ്നേഹിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ഫ്രണ്ട്ഷിപ്പും ആദരവും കിട്ടാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മൾ. ഇന്നത്തെ സോഷ്യൽ മീഡിയ കണ്ടറിയാം, എനിക്ക് എത്ര ആൾക്കാരെന്നെ ഫോളോ ചെയ്യുന്നു, എത്ര പേര് എനിക്ക് ലൈക്ക് ചെയ്യുന്നു. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അത് സുവിശേഷ പ്രഘോഷം നടക്കുന്നത് നോക്കുക, ഇന്ന് എത്ര പേര് കയറിയിട്ടുണ്ട്, എത്ര പേരുണ്ട് നോക്കിയിരിക്കണം. ആൻഡ് വി ആർ നോട്ട് ടീച്ചിങ് ദം ദിസ് ട്രൂത്ത്. അപ്പം നമ്മൾ ഇന്ന് നാട്ടുകാരെ കയ്യടിയും ബഹുമാനം ആദരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അഭിഷേകമല്ല, ഇത് സാധാരണ സ്നേഹം, ലോകത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്നേഹം, ബഹുമാനം, ആദരവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. ഇത് സ്നേഹമല്ല. ഇപ്പോഴും നീ അങ്ങനെ സ്നേഹിക്കുന്ന, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ കുറേ ഫ്രണ്ട്സ് വേണം, എനിക്ക് കുറേ ഫ്രണ്ട്സ് വേണം, എനിക്ക് കുറേ ആൾക്കാർ വേണം, ഇതൊക്കെ വന്നു വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതാണ്. നീ ഇപ്പോഴും സ്നേഹപൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അപ്പൊ സ്നേഹപൂർണത പ്രാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിളി അതാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. ഇതൊന്നും ഇതുവരെ നമ്മളിത് പ്രഘോഷിച്ചിട്ട് പോലും ഇല്ല. എത്ര പേര് ഈ വചനം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോഴും ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഓടി നടക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അസ്തിത്വത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി ചാലഞ്ചിങ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇല്ലാതെ ഇതാകാൻ പറ്റത്തില്ല. വേറൊരു ദൈവത്തിന് ചെയ്തു തരാൻ പറ്റത്തില്ല. ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഗിവ് യു ദിസ് പവർ. ഈ സ്നേഹാഭിഷേകം ഇതൊരു ബലിയാണ്, ഇതൊരു രക്തസാക്ഷിത്വമാണ്. കാരണം നിന്റെ അസ്തിത്വത്തിന് വിരുദ്ധമായ ഘടകമാണ്, ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആദരവും കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരാണ്. ഇതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ട് നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക എന്നുള്ളത് നമ്മുടെ അസ്തിത്വത്തിന് പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇത് നമ്മുടെ അസ്തിത്വ പ്രസന്റ് നേച്ചർ, ഇത് ഫോളൻ നേച്ചറാണ്. ആദ്യത്തെ നേച്ചർ അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യൻ ഈ ദൈവത്തിന് ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ നേച്ചറുള്ളവനായിരുന്നു. പക്ഷെ ആ നേച്ചറിൽ ആദ്യ പാപത്തിൻ്റെ ഫലമായ വലിയ വീഴ്ച പറ്റി. ഇതിനെക്കുറിച്ചൊന്നും നമ്മളും പഠിച്ചിട്ടില്ല. ഇതിനാണ് ദ ഡീപ്പസ്റ്റ് മുറിവ്, ദ വൂണ്ട് എന്ന് പറയും. ആ ബിഗ് സ്കാർ, അത് നമ്മുടെ അസ്തിത്വത്തിന് വലിയേറ്റ മുറിവാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ ഘടകവിരീതമായി പോയി. കാരണം നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അപരനെ ഉപയോഗിച്ച്, ദൈവത്തെ ഉപയോഗിച്ച് ജീവിക്കുന്നതാണ്. ഇതിൽ നിന്ന് നേരെ വിരുദ്ധമാണ് നമ്മുടെ എല്ലാം ത്യജിച്ച് മറ്റുള്ളവന് വേണ്ടി ജീവിക്കുക. ഇതാണ് സ്നേഹത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഇത് അഭിഷേകം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇതുകൊണ്ടാണ് ഈശോ നമ്മളോട്, നീ ലോകത്തിൻ്റെ, ഭൂമിയുടെ ഉപ്പാണ്, നീ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ഉപ്പ് എങ്ങനെയാണ് ഉപ്പ് അതിൻ്റെ അസ്തിത്വത്തിൽ വളരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളതിലേക്ക് അലിഞ്ഞില്ലാണ്ടാവും. അതാണ് ഉപ്പിൻ്റെ നേച്ചർ. പ്രകാശത്തിൻ്റെ നേച്ചർ എങ്ങനെയാ? പ്രകാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് കത്തിത്തീരുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കത്തിത്തീരുന്നതിൻ്റെ അങ്ങനെയാണ് പ്രകാശം ഉണ്ടാകുന്നത്. അങ്ങനെ അത് അതിൻ്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളും. ഉപ്പ് എന്ന് പറഞ്ഞ സാധനം ഉപ്പാകുന്നത് എപ്പോഴാണ്? അത് ഉപയോഗിക്കപ്പെടുന്നത് അത് മറ്റുള്ളതിലേക്ക് അലിഞ്ഞില്ലാണ്ടാവും. ഉപ്പിൻ്റെ അസ്തിത്വം അത് വെടിയാണ്. അതിൻ്റെ ക്രിസ്റ്റൽ നേച്ചർ അത് വെടിയുന്നത് വഴിയാണ് അതിൻ്റെ അസ്തിത്വത്തിലേക്ക്, ഉപ്പെന്ന കാര്യത്തിലേക്ക് അത് വരുന്നത്. അതുപോലെ വെളിച്ചം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതും കത്തി ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടാണ്, കത്തി തീർന്നുകൊണ്ടാണ് ആ വെളിച്ചം ഇങ്ങോട്ട് വരുന്നത്. ഇത് രണ്ടും അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ അസ്തിത്വത്തിലേക്ക്, ദൈവത്വത്തിലേക്ക് വളരുന്നുണ്ടെങ്കിൽ, നമ്മുടെ അസ്തിത്വം ദൈവത്തിലാണ് കേട്ടാ. ഈ ദൈവത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ ബലിയായി തീരണം.
ഇത് നമ്മളുടെ പ്രസന്റ് നേച്ചർ. ഇന്നുള്ള ഭൂമിയിലുള്ള ഒരു മനുഷ്യന് കപ്പാസിറ്റി ഇല്ല. ഇതാണ് ആദ്യ പാപത്തിന്റെ ഫലം. അപ്പൊ ഈ മുറിവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അപരന് വേണ്ടി ബലിയായി തീരുക എന്ന കാര്യം ചിന്തിക്കാൻ സാധിക്കത്തില്ല. കാരണം അവൻ്റെ അസ്തിത്വത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നേച്ചറാണ്. ഈ നേച്ചറിൽ നിന്നും മാറി നീ അപരന് വേണ്ടി ബലിയായി, സ്വയം ദാനമായി, അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് എന്തുകൊണ്ടു തന്നത്? യേശുക്രിസ്തു കുരിശിലെ ബലിയും അവൻ്റെ ഉത്ഭവ പാപത്തിലുള്ള മോചനവും അവൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയമായി തന്ന് നീ അത് സ്വീകരിച്ച് ആ കൃപയിൽ വളർന്ന് അഭിഷേകത്തിൽ വരുന്നതനുസരിച്ച് നിനക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൈ ഓൺലി ഇൻ ക്രൈസ്റ്റ് ജീസസ് യു ഹാവ് ദിസ് ഫുൾനെസ് ഓഫ് ലൈഫ്. ഈ മനുഷ്യ അസ്തിത്വത്തിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്ത് നീ വെറും ഒരു മൃഗം മാത്രമാണ്. ഈ ദൈവിക നേച്ചറിലേക്ക് നീ വളരണം. ഈ നേച്ചറിലേക്ക് വളരാൻ വേണ്ടിയുള്ള വഴിയാണ് ഇതിൻ്റെ സ്വാഭാവിക നേച്ചറിന് വിരുദ്ധമാണ്. പക്ഷെ ആ വിരുദ്ധമായ നേച്ചറിൽ നിന്ന് മാറണേ നീ ആദ്യം പാപത്തിൻ്റെ ബന്ധനത്തെ മോചിക്കും. ഇതാണ് പാപത്തിൻ്റെ ബന്ധനം എന്ന് പറയുന്നത്. ഈ സ്വാർത്ഥ ബന്ധനം, ഈ സ്വാർത്ഥ താല്പര്യം, ഇതിൻ്റെ ഫലങ്ങളാണ് ബാക്കി എല്ലാ പ്രവൃത്തികളിലേക്കും നമ്മൾ പ്രതിഫലിക്കുന്നത്. അപ്പം ഈ മേഖലകളിൽ നിനക്ക് വീണ്ടും ജനനമുണ്ടാകണം. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഒരുവൻ വീണ്ടും ജനിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നീ യേശുവിൻ്റെ ആത്മാവിലും യേശുവിൻ്റെ വചനത്തിലും നീ വീണ്ടും ജനിക്കപ്പെടണം. അങ്ങനെ വീണ്ടും ജനിക്കുന്ന നീ ദൈവത്തിൻ്റെ കൂദാശകൾ, കുർബാന സ്വീകരിച്ച് കൂദാശകൾ വരെ നിരന്തരമായ റൈറ്റ് വേ ഓഫ് അക്സെപ്റ്റിംഗ് ദ സാക്രമെന്റ്, ശരിയായ രീതിയിലുള്ള കൂദാശിക ജീവിതം സ്വീകരിച്ചുകൊണ്ട് നീ അഭിഷേകത്തിൽ വളരുമ്പോൾ മാത്രമാണ് നിനക്കിങ്ങനെ അപരന് വേണ്ടി ബലിയാകാൻ, അപരൻ്റെ കുറവുകളുടെ മേലെ ഔദാര്യപൂർവമായ ക്ഷമയും സ്നേഹവും കാണിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നീ ക്രിസ്തുവായി മാറുക. ഇങ്ങനെ നീ സ്നേഹത്തിൽ വളരുമ്പോൾ നിന്നിൽ ദൈവം വന്ന് വസിക്കും. അങ്ങനെ അതാണ് പരിശുദ്ധാത്മ. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നു, നാം തിരിച്ചറിയും. അപ്പം ഈ അതാണ് പരിശുദ്ധാത്മ നിന്നിൽ വന്ന് വസിക്കും. ഈ പരിശുദ്ധാത്മ നിന്നിൽ നിറയുന്നതനുസരിച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. അല്ലാതെ നീ വെറുതെ കുറച്ച് ഇറച്ചി മീനും തിന്നാണ്ട് നീ വള്ളിക്കിട്ടും നടന്ന് നീ ചുമ്മാ കുറെ പ്രാർത്ഥനയും ചൊല്ലി കുറെ നേർച്ചയും ചൊല്ലി നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം മാറില്ല. കാരണം യു നീഡ് ടു ഗ്രോ ഇൻ ടു ദിസ് ലെവൽ. ദൈവവചനമനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, ക്രമപ്പെടുത്തണം. അപ്പോൾ നിന്റെ കൂടെ ദൈവം വരും. പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഇങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അതിനായിട്ട് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ രക്ഷയിലേക്ക് വളരാനായിട്ട് നീ പ്രാർത്ഥിക്കണം. നീ ഇപ്പോൾ നിൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടി, വിസ കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ, മാർക്ക് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട. മാർക്ക് മേടിക്കലൊന്നും നിൻ്റെ ജീവിത ലക്ഷ്യമേ അല്ല. യു ഷുഡ് ഹാവ് എ ഗുഡ് ക്വാളിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഓൾ. യു വിൽ ഹാവ് ഡിവൈൻ വിസ്ഡം ഫ്രം ഹെവൻ. യു വിൽ റൂൾ ദ വേൾഡ്. അപ്പം ഈ നേച്ചറിലേക്ക് വളരണം. ഉപ്പ്, വെളിച്ചം കൊണ്ടതിങ്ങനെ കത്തിയാണ് ഇല്ലാണ്ടാകുന്നത് വഴിയാണ് അതുങ്ങളുടെ അസ്തിത്വം നൽകുക. അപ്പം നമുക്കിന്ന് എവിടെ നിന്ന് കിട്ടും നോക്കി കിടക്കാം. അപ്പം നമ്മളും ഇങ്ങനെ നമുക്കുള്ളത് അപരന് വേണ്ടി സ്വയം ദാനമായി, ആത്മദാനമായി, ത്യാഗമായി മറ്റുള്ളവന് വേണ്ടി ബലിയായി തീരുന്നത് വഴി നമ്മൾ ക്രിസ്തുവിൽ വളരുന്നു. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയാണ് ഈ ലോകം കാത്തിരിക്കുന്നത്. And you will become a solution to thousands and millions of problems in this world. ഉണരണം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലായി കാത്തിരിക്കുന്നു. നിന്നിൽ നിന്നും ഒരു വെളിപ്പെടുത്തൽ വേണ്ടി ലോകം കാത്തിരിക്കുക മകനെ. ജീസസ് ഈസ് കോളിങ് യു. റെസ്പോണ്ട്. ഇതിലേക്ക് വളരണം. ഓക്കെ, അതിനുവേണ്ട കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്തംഭരാൻ നിന്നെ അനുഗ്രഹിക്കണം. നിന്റെ പ്രാർത്ഥനകൾ ഈ തരത്തിലേക്ക് മാറ്റണം. ഓക്കെ, ഇനിയും എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്നതിനെക്കുറിച്ച് നീ പ്രാർത്ഥിക്കേണ്ട. എവിടെ ജീവിക്കും, എങ്ങനെ ജീവിക്കും നീ പ്രാർത്ഥിക്കേണ്ട. അതിൻ്റെ അപ്പം തന്നോളും. നീ അവിടുത്തെ രാജ്യവും നീതി ഇതാണ് ദൈവിക നീതി എന്ന്. കരുണ, സ്നേഹം കാണിക്കണം. ആരെ കാണിക്കണം? ദ്രോഹിക്കുന്നവരെ, ക്രിട്ടിസൈസ് ചെയ്യുന്നവനെ, കുറ്റപ്പെടുത്തുന്നവനെ, ചതിക്കുന്നവനെ സ്നേഹിക്കാൻ നീ ശക്തി പ്രാപിക്കണം. ഈ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ അഭിഷേകം അവസാന കാലം, ഇതാണ് അന്ത്യകാല അഭിഷേകം. ഇതാണ് ആദ്യകാലത്തിലുള്ള അഭിഷേകം. ഈ അഭിഷേകം തരും കർത്താവ്. പക്ഷെ ഇതിനുവേണ്ടി ഒരുങ്ങണം. അവന് വേണ്ടി ഒരുങ്ങണം. പ്രാർത്ഥിച്ചൊരുങ്ങാം. ആമേൻ.